ഗാർഹിക പീഡന കേസിൽ പരാതിയില്ലെന്ന് യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതോടെ തുടർ നടപടികൾക്കൊരുങ്ങി പോലീസ്. യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത്. രാഹുലിനെതിരെ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്താണെങ്കിലും നവമി ദിനേശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, ഈ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള നിഗമനം അത് എത്രത്തോളം ശരിയാകുമെന്ന് കണ്ടറിയണം. മാത്രമല്ല, ഈ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം മൂലമാണെന്ന ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, കുട്ടിയെ കാണാനില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഒരു കേസ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പന്തീരങ്കാവ് കേസ് എങ്ങനെയാണ് കോടതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം. എൽദോ, പോലീസ് ഇപ്പോൾ ഈ പെൺകുട്ടിക്കായുള്ള ഒരു അന്വേഷണത്തിലാണ്. പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളതെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ പെൺകുട്ടി ജോലി ചെയ്ത ഓഫീസിലായിക്കോട്ടെ ഹോസ്റ്റലിലായിക്കോട്ടെ പെൺകുട്ടി ഇല്ല എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ഈ ഫോൺ എവിടെ നിന്നാണ് പെൺകുട്ടിയുടെ അവസാനമായി ഫോൺ ഉപയോഗിച്ചത് എന്ന് അടക്കമുള്ള കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു ചെറിയ പ്രതിസന്ധി പെൺകുട്ടിയുടെ ഈ മൊഴിമാറ്റം തന്നെയാണ്. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. ഈ ഭർത്താവായ രാഹുലിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ അഭിഭാഷകനെ അടക്കം യുവതി സമീപിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുകയും ചെയ്തത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഹൈക്കോടതി വിഷയം പരിഗണിക്കുമ്പോൾ തീർച്ചയായും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. ഏത് അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ മൊഴി മാറ്റാനുണ്ടായ സാഹചര്യം, മറ്റേതെങ്കിലും ഭീഷണിയുടെ ബലത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടോ എന്നുകൂടി കോടതി എന്തായാലും അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയാണ് വടക്കേക്കര പോലീസിന് നൽകിയിരിക്കുന്നത്. വടക്കേക്കര പോലീസ് ഇത് തിരുവനന്തപുരത്തെ പോലീസിന് ഈ അന്വേഷണം കൈമാറും, ഈ പരാതി കൈമാറും. ഇതിനെ തുടർന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയെ ഉടൻ കണ്ടെത്തണം. പെൺകുട്ടിയെ നേരിട്ട് തന്നെ ഇതിന്റെ ഒരു മൊഴി രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ പെൺകുട്ടി മൊഴി മാറ്റിയതെന്നുള്ളൊരു കാര്യം പെൺകുട്ടിയിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് കുടുംബത്തിന്റെ പ്രേരണയാൽ രാഹുലിനെതിരെ കെട്ടിച്ചമച്ച കള്ളക്കഥയാണോ, കള്ളക്കേസാണോ എന്നും പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ പെൺകുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് മൊഴി മാറ്റുകയും പിന്നീട് കുടുംബത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ പിതാവ് പ്രതികരിക്കുകയും ചെയ്തു. പിതാവ് പറയുന്നത് രാഹുലിന്റെയും കുടുംബത്തിന്റെയും ഭീഷണിയെ തുടർന്നാണ് തന്റെ മകൾ ഇത്തരത്തിൽ മൊഴി മാറ്റിയത്. മകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന കുടുംബമാണ്, അവളോട് സ്നേഹം പുലർത്തുന്ന കുടുംബമാണ്. അവിടെ സ്ത്രീധനത്തിന് വേണ്ടി വലിയ രീതിയിൽ അതിക്രമം മകൾ നേരിട്ടു എന്ന് പിതാവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഏത് അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു മൊഴി മാറ്റത്തിന് പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ പെൺകുട്ടിക്ക് എന്തായാലും ഹൈക്കോടതിയുടെ മുന്നിൽ തന്നെ ഹാജരായേ മതിയാകൂ. എന്തായാലും കാത്തിരിക്കാം എങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. നമ്മൾ മറ്റൊരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. വേഗത്തിലിരിക്കാത്ത